ഈ കീടങ്ങളെ സൂക്ഷിക്കുക. മുന്ന, തണ്ടുതുരപ്പൻ, ചാഴി. എന്തായാലും നല്ല ചുള്ളന്മാരാ. നല്ല രസമുണ്ടല്ലേ? മക്കളോടെ നിന്നേ. എന്താണ് നിന്റെ പേര്? ഫസൽ. നിന്റെയോ? കിഷോർ. ഈ കാരിക്കച്ചർ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ടല്ലോ. ചിരിക്കാൻ വേണ്ടടാ, വിട്ടേര്, പാവങ്ങളാ. വന്ന് കേറുന്നതിന് മുമ്പ് കളി തുടങ്ങിയ നീ ഒന്നും കോമ്പൗണ്ട് കാണില്ല. പണി ഉണ്ടാക്കരുത്. ജൂനിയേഴ്സിന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ മനസ്സിലായോ? എപ്പ ഇറങ്ങി ലോകപ്പിന്ന്? ഇവരൊക്കെ നിങ്ങളെ കണ്ടാ പഠിക്കുന്നത്. അത് ഓർമ്മിച്ചാ നല്ലത്. പല തവണ വാർണിംഗ് തന്നതാ. ഇനി എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഇവന്മാർക്കൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ. അതെ, 2 ദിവസം പുറത്തു നിൽക്കട്ടെ. അതുകൊണ്ട് കാര്യമായില്ല. ഇവന്മാർക്കുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കാം. ഇവന്മാര് തൂമ്പെടുത്ത് പുതിയ ബാച്ചിനുള്ള ഫീൽഡ് കളക്കട്ടെ. അയ്യേ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇലർത്തടുത്ത് എടാ, ഈ ഉടായ്പ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. കാർഷിക കോളേജ് പഠിച്ചിട്ട് തൂമ്പയും മമ്മട്ടി എടുത്ത് കളക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ഇങ്ങനെ മാറിയുന്നേ, ഇച്ചിരിയൊക്കെ മാറിയുന്നേ. എന്നിട്ട് നോക്കിയൊന്ന് പഠിച്ചേ. ദേ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് നല്ല ആഞ്ഞങ്ങ് വെട്ടണം. ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കേ. ഒന്ന് മാറിക്കേ. സൈഡ് പ്ലീസ്. ഒരു പരസ്യം വന്നപ്പോഴേക്കും ടോയ്ലറ്റിൽ എന്തോ ഒരു തിരക്ക്. ഈ ക്യാമ്പസിലെ സകലമാന ടോയ്ലറ്റുകളുടെയും ബ്രാൻഡ് അംബാസഡർമാരെ ഞങ്ങൾ വന്ന് നന്നായി കാണട്ടെ. ഫാന്റാസ്റ്റിക്. ചേരേണ്ടടുത്ത് തന്നെ. ആളിയോ, ലാറ്റിൻ അമേരിക്കൻ മോഡൽസിനെ പോലും വെല്ലുന്ന ലാട്രിൻ മോഡൽസ്. ഇവരാണ് നമ്മുടെ റോൾ മോഡൽ. ഇവനായിരുന്ന ദിസ് ഈസ് ടു മച്ച്. നിങ്ങൾക്കില്ല സിസ്റ്റേഴ്സ് ഒക്കെ. നീ എന്താ വർഷയുടെ ബോഡി കടോ? ബോഡി കടവും കേട്ടോ. കേറിയപ്പോ തുടങ്ങിയതവൻ. വേണ്ടോ വിട്ടേ. ബോഡി ഗാർഡിനെ വെക്കുകയാണെങ്കിൽ കുറച്ച് കട്ടയുള്ളവനാക്കണം. താല്പര്യം പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴും റെഡിയാ. നീ പൊടി മാറി നിക്ക് അങ്ങോട്ട്. ഗുഡ് മോർണിംഗ് മാം. പട്ടാളപ്പുഴു എവിടെ? ഇവിടെ ഒന്നുമില്ല മാഡം, അവന്മാര് വെറുതെ പറഞ്ഞതാ. ഈ ലേഡീസ് ടോയ്ലറ്റിന് മുൻപിൽ ആൺകുട്ടികൾക്ക് എന്താ കാര്യം? എല്ലാരും പോയേ. ഞാൻ എങ്ങോട്ടാ പോകുന്നേ? അവിടെ നിൽക്ക്. ഞാനും ആൺകുട്ടിയാ. നികിത, what happened? Nothing ma'am. Nothing? Nothing. ന്യൂകമേഴ്സിന് മുമ്പിൽ ആദ്യം നമ്മൾ ജയിച്ചു, ഇപ്പൊ അവര് ജയിച്ചു. നിന്റെ കയ്യിന് വല്ല ഐറ്റം ഉണ്ടോ? അവന്മാർക്കിട്ട് പണിയാൻ ഒടുക്കത്തെ ഒരു ഐറ്റം ഉണ്ട്. അതിനു മുമ്പ് ട്രീസ മാഡത്തിന് മുമ്പിൽ നമ്മൾ 3 പേരും ചേർന്ന് സ്ട്രോങ് ആയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്താലോ? ട്രീസ മാഡത്തിന്റെ മുന്നിലോ? കൊള്ളാം. നീ നടക്കാവുന്ന കാര്യം പറ. ട്രീസ മാഡം സാറിന്റെ വെൽവിഷറാണെന്ന് ഞങ്ങൾക്കറിയാം. 2 ക്രോണിക് ബാച്ചിലേഴ്സ്. 2 വെൽവിഷേഴ്സ് തമ്മിൽ വെഡിങ് നടന്നാൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? നീ ആള് കൊള്ളാലോ. പഠിപ്പിക്കുന്ന അധ്യാപകന് തന്നെ വിവാഹാലോചന തുടങ്ങിയല്ലേ? സോറി സാർ. ഞങ്ങളും ചില കഥകൾ കേട്ടിട്ടുണ്ട്. ചില ഇല്ലാ കഥകൾ പറയുന്ന വേതാളങ്ങളും എല്ലാ ക്യാമ്പസിലും കാണും. എന്താ പറഞ്ഞത്? സാറ് വിക്രമാദിത്യ കഥ പറഞ്ഞതാ. ഡോക്ടറെ, പിന്നെ ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് എടുക്കണ്ടേ? ഒരു കോപ്പം വേണ്ട. കോളേജാണ്. ഞാൻ വർഷം മുമ്പ് പണം കൊടുക്കാൻ വന്നതാണ്, അല്ലാതെ പരിശോധിക്കാൻ വന്നതല്ല. അതെയല്ലേ? വർഷവും കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട്, കുറച്ചുകൂടി ഡീസന്റ് ആകണം. കൂട്ടുകാരികളെ മുമ്പ് വെച്ച് എന്നെ പൊക്കി പറയണം. പൊക്കി പറയുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. വർഷമൊക്കെ സുഖല്ലേ? ഇതൊക്കെ കൂട്ടുകാരികളാ?
അല്ല എന്നെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്തു പറ്റി? സാറല്ലേ പറഞ്ഞ സാറിനെ പൊക്കി പറയാൻ എന്ത് വെയിറ്റ്? ഇത് നികിത ചരൺ, ഇത് സീനമോൾ. ഹലോ. എനിക്ക് സമയമെടുത്ത് പരിചയപ്പെടുന്നതാ ഇഷ്ടം. വർഷം മോളുടെ എല്ലാ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിനും പരിചയപ്പെട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. അങ്കിൾ. അതെ, ഡോക്ടറുകൾ ഇവിടെ വർഷയുടെ അങ്കിളായിട്ടൊന്ന് അഭിനയിക്കണം. ഞങ്ങളുടെ ബാച്ചിലെ 2-3 തലതെറിച്ചവന്മാരുണ്ട്. അവരെ ഒന്ന് വരട്ടാനാ. ആരെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാ മതി. ഈ കാർഷിക കോളേജിലെ സകലമാന കിഴങ്ങന്മാരുടെയും മുട്ടുകാലി തല്ലി ഓടിച്ചിട്ടേ ഈ ഡോക്ടർ ഗോവർദ്ധൻ ഇവിടുന്ന് പോകും. ഈ കിഴങ്ങിന് വരട്ടാനുള്ളതാണോ? അയ്യോ അല്ല. എന്നാലും വരട്ടും. എന്താണ് എന്റെ പേര്? അവന്റെ പേര് എന്താ തന്റെ പേര്? ഞങ്ങളെല്ലാവരും പീപ്പിന്ന് വിളിക്കും. പി എന്നൊക്കെ വിളിച്ചിടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ മോനെ? പി പി എന്നുള്ളത് എന്റെ പേരാ. പീപ്പി, ഇത് വർഷയുടെ ഡോക്ടറുകളാ. ഡോക്ടർ ഗോവർദ്ധൻ IPS. IPS ഓ? പേടിച്ചു പോയല്ലേ? വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? കോക്കാല സുലൈമാൻ, come with me. കൂടെ നടക്കാൻ. ഡോക്ടർ നടക്കുമ്പോഴേ എന്റെ വലത് കാലിനൊരു ഞെട്ടൽ. അത് കുളമ്പ് രോഗത്തിന്റെ ആരംഭമായിരിക്കും. കുളമ്പ് രോഗോ? അതെ, കുളമ്പ് ചെത്തി എനിക്ക് ലാട പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ കന്നു പൂട്ടാൻ കൊണ്ടുപോകും. കമ്പനിക്കൊന്ന് വിളിച്ചാല. കൊള്ളാലോ ഡ്രസ്സേ. പോവാണോ? ഇതന്നെ വട്ടമേശ സമ്മേളനം നടക്കുന്ന സ്ഥലം. വട്ടമേശ കിടക്കുക. അളിയെ കണ്ടോ? മരപ്പട്ടികളുടെ കൂട്ടത്തിൽ ഏതാടാ 2 ഈനാമ്പേച്ചുകൾ? ഹലോ, ഐ ആം ഡോക്ടർ ഗോവർദ്ധൻ. ഹലോ, ഐ ആം കൊക്കാല. കൈയില്ലേ? വർഷയുടെ അങ്കിളാണ്. ഓ, കിട്ടിയ ചാൻസ് കളയണ്ട. 3നും പിടിച്ചു. ഈ ക്യാമ്പസിലെ വിത്തുകാളകൾ നിങ്ങളാണെന്ന് കേട്ടു. വിത്തുകാളെ? കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ സ്പോർട്സ് കോട്ടയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കോളേജിൽ വലിഞ്ഞു കയറി കൊച്ചു പെമ്പിളാരുടെ പിറകെ മുക്കറിയിട്ട് നടന്നാൽ എല്ലാറ്റിനും മൂക്കേറിടും ഞാൻ. മനസ്സിലായോ? നിങ്ങൾ ഏത് കൊമ്പത്തെ കാശാരുടെ മക്കളായാലും ശരി, ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ഈ ഡോക്ടർ ഗോവർദ്ധന്റെ ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി. യു അണ്ടർസ്റ്റാൻഡ്? എന്നെ പോരാ വീട്ടിൽ അല്ല ക്ലാസ്സില്. എങ്ങനെയുണ്ട് എന്റെ വിരട്ടൽ? എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ മാറി പേടിച്ചു പോകുന്നു. അങ്കിൾ, ഡ്രിങ്ക്സ് വല്ലതും? ആവാം. കുടലിട്ട ഒരു ഡ്രിങ്ക്സിന് പറയൂ. 5 കൂൾ ഡ്രിങ്ക്സ്. ഓൾറെഡി. വർഷ, അങ്കിൾ ഡോക്ടർ. ഡോക്ടർ സാർ, എന്റെ കുട്ടികൾക്ക് തീരെ ആരോഗ്യമില്ല. എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരണം. നിന്റെ കുട്ടികൾക്ക് മാത്രമല്ല, നിന്റെ കെട്ടിയോൾക്കും ആരോഗ്യം ഉണ്ടാവില്ല. വീട്ടിൽ വച്ചോളുമ്പെന്നല്ല ഇയാളല്ലേ വെട്ടി വിഴുങ്ങുന്നത്. പിന്നെ അങ്ങനെ ആരോഗ്യം ഉണ്ടാവും? താനൊരു കാര്യം ചെയ്യും. ഭാര്യക്കും മക്കൾക്കും കാലത്ത് കാടി വെള്ളത്തിൽ പിണ്ണാക്കിട്ട് കലക്കി കൊടുക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവും, പാലും കിട്ടും. നമുക്ക് പോവാം. പിന്നെന്താ? ഇതിൽ കുഴലിടുന്ന് പറഞ്ഞിട്ട് കുഴലൊന്നും ഇട്ടില്ലല്ലോ. ഇത് അലോപ്പതി അല്ല, ഹോമിയോപ്പതി അല്ല. ചിലപ്പോ പ്രകൃതി ചികിത്സയായിരിക്കും. ഞാൻ ഈ കോളേജിന്റെ കുറെ ഭാഗം ഒന്ന് കറങ്ങിയടിച്ചു. ഇവിടെ ആമ്പിള്ളേരെക്കാൾ കൂടുതൽ പെമ്പിള്ളേരാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും. അത് ഉറപ്പാ. അത് താൻ സൂക്ഷിച്ചാൽ മാത്രമല്ല. അല്ല, എന്റെ കണ്ണിൽ പെട്ടോണ്ട് ഞാൻ പറഞ്ഞ ആ ഷട്ടർ ഇങ്ങോട്ടേക്ക്. ആ പ്ലേ ബോയിയുടെ നിന്റെ ബോയിയൊക്കെ പെമ്പിള്ളേര് കാണുന്ന ഞാൻ ഒരു ഉപകാരം ചെയ്യുന്ന നീ എന്തിനാണ് എന്നെ അടിച്ചത്? എന്ത് പോരം? ഈ പാനിപ്പോ ഊരിപ്പാരുന്ന നീ പെമ്പിള്ളേരെ അടുത്ത് നാറിലായിരുന്നോ? എന്നാ നീ ഇത് ഇടണ്ട. നിന്റെ ഒരു ബോയി. ഉദ്ഘാടനം കൊള്ളാം. ഇനി കൊക്കാലയ്ക്ക് താനേ കിട്ടിക്കോളും. വരൂ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ഹലോ, ഐ ആം ഡോക്ടർ ഗോവർദ്ധൻ. ഗോവർദ്ധൻ? അതെ, ഗോക്കളെ വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ. ഗോവർദ്ധൻ ബഹുരേഹി എന്ന് വെച്ചാ വിത്തുകാള അല്ലേ? അതെ, ഞാൻ വർഷയുടെ അങ്കിളാണ്. ഓഹോ, അതറിഞ്ഞില്ല. ഓഹോ. ഡോക്ടർ ജനറൽ മെഡിസിൻ ആണോ അതോ? കൂടുതൽ പ്രാക്ടീസ് ഗൈനക്കോളജിലാ. അപ്പോ സുഖപ്രസവം പോലും സിസേറിയനാക്കി ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടാവല്ലോ വർഷയുടെ അങ്കിൾ. ഞാൻ ഇതുവരെ സിസേറിയൻ ചെയ്തിട്ടില്ല. എല്ലാ സുഖപ്രസവ. സ്കാനിങ്, എക്സ്റേ, മൂത്രം, ചാണകം എന്നിവ ടെസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസമല്ല. എനിക്ക് 2 ഗ്ലൗസ് അത് മതി ഡോക്ടർ ഗോവർദ്ധന്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വെട്ടി മൂടാൻ പറയും. അല്ലേ വർഷമോളെ? ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, കാശുണ്ടെങ്കിൽ ഏത് ഊളയ്ക്കും ഡോക്ടറാകാൻ പറ്റും. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. എന്താ ബബിളു? ഡോക്ടറെ കാണാൻ വന്ന സാർ, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട വേണ്ട, ഇവിടെ വെച്ചുള്ള ചികിത്സയില്ല. അങ്ങനെ പറയരുത്. പക്ഷെ പ്ലീസ് അങ്കിളിനോട് ഒന്ന് പറയൂ. സാറെങ്കിലും ഒന്ന് പറയൂ. എന്താ അസുഖം? ഭയങ്കര വയറുവേദന സാർ. ഗൈനക്കോളജിസ്റ്റ് അല്ലേ? പേഷ്യന്റ് കൊണ്ടുപോവാ.
അല്ല, ഞാൻ ഈ പറഞ്ഞു നിന്റെ വയറുവേദന ഇപ്പൊ മാറ്റിത്തരാം. എന്താടാ ഇത് ആ, എന്തായി കാണിക്കുന്നത് സാർ ഇയാള് വർഷയുടെ അങ്കിളൊന്നല്ല. മാത്രമല്ല ഇയാളൊരു മൃഗ ഡോക്ടറാ. ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എഴുന്നേറ്റേക്കൂടോ, കരയെന്ന് വിടറാ. ഒരു ആട് വന്നേക്കും. സുലൈമാനെ